ഹലോ, എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ചയിൽ വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സീരിയലിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഏറെക്കുറെയുള്ളൊരു രൂപരേഖ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് നമ്മുടെ കിരണും അതുപോലെ തന്നെ കല്യാണിയും മനോഹറും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ രാഹുലിനെ ഭ്രാന്തനാക്കി മാറ്റി ഒരു ഭ്രാന്താശുപത്രിയിൽ എത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതും കണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്ന ആഴ്ചയിൽ തീർച്ചയായിട്ടും രാഹുലിനെ ഭ്രാന്താശുപത്രിയിൽ തന്നെ എത്തിക്കും. എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രാഹുലിനെയാണ് കേട്ടോ. അപ്പോൾ രാഹുലാണെങ്കിൽ ആകെ പരിഭ്രാന്തിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഷാരി വിചാരിക്കുകയാണ് ഇത് തന്നെയാണ് ആ തക്കം. എന്തായാലും ഷാരി പതിയെ രാഹുലിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. മയത്തിൽ രാഹുലിനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അതേസമയം തന്നെ ഷാരി രാഹുലിനോട് ചോദിക്കുകയാണ്, രാഹുലേട്ടാ അല്പം വെള്ളം എടുക്കട്ടെ, നാരങ്ങ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ രാഹുൽ പറയുകയാണ് ഉപ്പിട്ട് തന്നെ നാരങ്ങ വെള്ളം എടുക്കണം എന്ന് പറയാണ് കേട്ടോ. ഷാരിയെ സമ്മതിക്കുകയാണ്. എന്തായാലും ഇതേ സമയം തന്നെ രാഹുൽ ഷാരിയോട് ചോദിക്കുകയാണ്, നീ വിശ്വസിക്കുന്നുണ്ടോ ഷാരി? എല്ലാവരും പറയുന്നത് പോലെ എനിക്ക് ഭ്രാന്തുണ്ടെന്ന്. അപ്പോഴത്തേക്കും ഷാരി പറയാണ്, പറയുന്നവരൊക്കെ പറയട്ടെ രാഹുലേട്ടാ, എനിക്കറിയാലോ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, എല്ലാവരും അസൂയക്കാരാ എന്നിങ്ങനെ പറയാട്ടോ. എന്നിട്ട് ഷാരിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇയാൾക്ക് വെറും ഭ്രാന്തല്ല മുഴുവട്ടാണ്, ഇതെനിക്ക് മാത്രമല്ലേ ദൈവമേ അറിയുന്നുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. രാഹുൽ അപ്പോഴേക്കും പറയുകയാണ്, എനിക്കറിയാം ഷാരി, ആരെന്നെ വിശ്വസിച്ചില്ലെങ്കിലും നീ എന്നെ വിശ്വസിക്കുമെന്നുള്ളത്. എല്ലാവരും എന്നെ ഭ്രാന്തനാണ് വട്ടനാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് ഷാരി പറയുകയാണ്, അങ്ങനെ ആളുകൾ ഓരോന്ന് പറഞ്ഞോട്ടെ രാഹുലേട്ടൻ അതൊന്നും മൈൻഡാക്കണ്ടെന്ന് പറയാനേട്ടോ. അതേസമയം തന്നെ രാഹുൽ പറയാണ്, എൻ്റെ ഉള്ളിൽ ഒരേ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോള് അവൾ എന്നിൽ നിന്ന് അകന്നു പോയല്ലോ. ഞാൻ ജീവിച്ചതെല്ലാം അവൾക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ ഇപ്പോൾ അവളും വിശ്വസിച്ചിരിക്കുകയാണ് എനിക്ക് ഭ്രാന്താണെന്ന്. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോന്നും ഓർക്കണ്ട. എന്തായാലും രൂപയുടെ മോളുടെ കല്യാണം കഴിഞ്ഞു, ആ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലേക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മരുമോൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അസുഖമൊക്കെ മാറി നിങ്ങൾ ഓക്കെ ആക്കി കഴിയുമ്പോൾ നമ്മളെല്ലാവരെയും കൂട്ടി അവൻ അമേരിക്കയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട രാഹുലിന് ദേഷ്യം വരികയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഷാരി? അവൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്ന് പറയണം. അപ്പോഴത്തേക്ക് ഷാരി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് മനുഷ്യ നമ്മുടെ മരുമോനോട് ഇത്രയധികം ദേഷ്യം വെച്ച് പുലർത്തുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. രാഹുൽ പറയാണ്, നീ അവനെക്കുറിച്ച് പറയാതെ നീ വേഗം പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വരാൻ പറയാണ്. അങ്ങനെ ഷാരിയാണെങ്കിൽ ജ്യൂസ് കലക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അതേസമയം തന്നെ മനോഹർ അടുക്കളയിലേക്ക് വരികയാണ്. അമ്മ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ നാരങ്ങ വെള്ളമാണെന്ന് പറയുകയാണ്. അപ്പോൾ എനിക്കും വേണം എന്ന് പറയാണ് കേട്ടോ. മോന് തരാം മോനെ, ഇതാദ്യം അച്ഛനുള്ളതാണ്, ഒന്ന് കൊടുക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും മനോഹർ ഷാരിയോട് പറയാണ്, അമ്മേ ഇതാ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ തക്കം. എന്തായാലും അച്ഛൻ ജ്യൂസ് എടുക്കാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൽ കുറച്ച് മയക്കുമരുന്ന് കൂടെ കലർത്തുകയാണ്. അപ്പോൾ ഈ മയക്കുമരുന്ന് അതിൽ കലർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ്റെ ബോധം പോവും. അപ്പം നമുക്ക് എന്തായാലും ഈ സമയത്ത് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം. അല്ലാണ്ട് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. എന്തായാലും നമുക്കത് കലർത്താമെന്ന് പറയാണ്. അങ്ങനെ മനോഹർ ഈ ജ്യൂസിൽ ഈ മയക്കുപൊടിയൊക്കെ കലക്കി കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, കല്യാണി കിരണും പറഞ്ഞതുപോലെ അയാളെ മുഴുവട്ടനാക്കാനായിട്ടുള്ള അവസരം വന്നിരിക്കുകയാണ്, ഞാനത് പാഴാക്കില്ല എന്ന് തന്നെ മനസ്സിലിങ്ങനെ പറയാനാട്ടോ. അതേസമയം തന്നെ മനോഹർ എന്തോ ആലോചിക്കുന്നുണ്ടെന്ന് മനസ്സിലായ ഷാരി ചോദിക്കുകയാണ് മനോഹറിനോട്, മോനെ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ പറയാണ്, അത് പിന്നെ അമ്മേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അച്ഛൻ എന്ത് നല്ല അച്ഛനായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ, അതിങ്ങനെ വിഷമത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അതേസമയം തന്നെ ഷാരി പറയാണ്, എൻ്റെ മോനെ പോലെ ഒരു നല്ല മകനെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യമാണ്. കാരണം മോനെ കൊല്ലാൻ വരെ അച്ഛൻ വന്നിട്ടും മോനിപ്പോഴും അച്ഛൻ്റെ നന്മ മാത്രമാണല്ലോ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ ഷാരി പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും മനോഹർ പറയാണ്, അത് പിന്നെ അമ്മയെ അച്ഛന് വയ്യാത്തത് കൊണ്ടല്ലേ, അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്നൊക്കെ പറയാണ്. അതേസമയം തന്നെ ഷാരി പറയാണ്, എന്തായാലും ഞാൻ ഈ ജ്യൂസ് കൊണ്ടുപോയി അങ്ങേർക്ക് കൊടുക്കട്ടെ, മോന് ഈ ജ്യൂസ് നല്ല ജ്യൂസ് കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹറിന് നല്ല ജ്യൂസ് കൊടുത്തിട്ട് നമ്മുടെ രാഹുലിനുള്ള ഈ മയങ്ങിപ്പോകുന്ന പൊടി ചേർത്തിരിക്കുന്ന ജ്യൂസുമായിട്ട് ഷാരി പോവാൻ കേട്ടോ. അതേസമയം തന്നെ മനോഹർ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആലോചിച്ചത്, ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ചെന്നിട്ട് സരയുവിനോട് പറയാം, എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സരയു അറിയണമല്ലോ. അപ്പോൾ സരയോട് പറയാനായിട്ട് നമ്മുടെ മനോഹർ പോവാണ്.
അതേസമയം തന്നെ മനോഹർ സരയുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്, കാര്യങ്ങളൊക്കെ പറയാണ്. അമ്മ എന്തായാലും ജ്യൂസിൽ ഇങ്ങനെ പൊടി കലർത്തിയിട്ടുണ്ട്, അച്ഛനിപ്പോൾ തന്നെ ബോധക്ഷയം വരും, ആ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ട്, നീ ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് നിന്നോളാൻ പറയണം. അതേസമയം തന്നെ സരയു പറയാണ്, സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് മനോഹരേട്ടാ, കാരണം എനിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടത്, പക്ഷേ അവസ്ഥ ഇതായി പോയില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും മനോഹറാണെങ്കിൽ കിട്ടിയ അവസരം നമ്മുടെ സരയുവിനെ വിശ്വസിപ്പിക്കുകയാണ്, അതൊന്നും കുഴപ്പമില്ല മോളെ, അച്ഛൻ്റെ അസുഖമൊക്കെ മാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രാഹുൽ പറയാണ്, എനിക്കെല്ലാം അറിയാം മോളെ, പക്ഷേ അച്ഛൻ്റെ കണ്ടീഷൻ വളരെ മോശമല്ലേ, അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇന്ന് എന്നെ ഉപദ്രവിക്കാൻ വന്നു, നാളെ നിന്നെയോ നമുക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വന്നാലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും സരയു പറയാണ്, ശരിയാണ് മനുവേട്ടാ, എന്തായാലും നമുക്ക് അച്ഛനെ കൊണ്ടുപോവാം എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും മനോഹർ പറയാണ്, എന്തായാലും അമ്മ വിളിക്കും, ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ്. അടുത്ത സീനിൽ ഷാരിനെയാണ് കാണിക്കുന്നത്. ഷാരിയാണെങ്കിൽ ഈ ജ്യൂസുമായിട്ട് രാഹുലിൻ്റെ അടുത്ത് ചെല്ലുകയാണ്, ജ്യൂസ് രാഹുലിന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രാഹുൽ വാങ്ങിച്ച് അത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഷാരിയുടെ മനസ്സിലാകെ സമാധാനമാണ്, ഇനി കുറച്ച് നിമിഷത്തിനുള്ളിൽ ഇയാൾ തലകറങ്ങി ബോധം കിട്ടി വീഴുമല്ലോ, അപ്പോൾ തന്നെ നമ്മുടെ പ്ലാനുകളൊക്കെ ചെയ്യാം എന്നിങ്ങനെ ഷാരിയും വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ രാഹുൽ പറയാണ്, ഞാൻ രൂപയുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, ഇപ്പോഴേ സോണിയുടെ കല്യാണം മുടക്കാൻ വരെ ഞാൻ ഗുണ്ടകളെ അയച്ചു, പക്ഷെ അവന്മാരിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല, അവന്മാർ ഞാൻ വിളിച്ചിട്ടും എടുക്കുന്നതുമില്ല. അതുപോലെ തന്നെ അതിനുവേണ്ടി ഞാൻ ആദ്യമേ തന്നെ രൂപയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചു, പിന്നെ രൂപയെയും ഭർത്താവിനെയും മക്കളെയും തമ്മിൽ തെറ്റിച്ചു, ഇങ്ങനെ എല്ലാവരെയും തമ്മിൽ അകറ്റിയിട്ടും ആ സ്വത്തുക്കളൊന്നും നമുക്ക് കിട്ടിയില്ല, ഇപ്പോൾ എല്ലാവരും തമ്മിൽ യോജിച്ചു, നമ്മൾ പുറത്താവുകയും ചെയ്തു, എന്തായാലും അതൊക്കെ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയാണ്. അതിൻ്റെ ദേഷ്യത്തിലും അതിൻ്റെ സങ്കടത്തിലും ഒക്കെയാണ് ഞാനിങ്ങനെ പെരുമാറുന്നത്, എന്നോട് ക്ഷമിക്കണം കേട്ടോ ഷാരി എന്ന് പറയാണ്. അപ്പോൾ ഷാരി പറയാണ്, അതൊന്നും കുഴപ്പമില്ല രാഹുലേട്ടാ, അതൊന്നും വിഷയമില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ രാഹുലിന് നല്ല രീതിയിൽ ഉറക്കം വരിക കേട്ടോ. അപ്പോൾ രാഹുലാണെങ്കിൽ ഉറക്കം വരുന്നു എന്ന് ഷാരിയോട് പറയും, ഇതെന്താ പറ്റിയ സ്ഥിര ഇങ്ങനെ സംഭവിക്കാത്തതാണല്ലോ, ഇന്നെനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയാണ്, അതൊന്നും കുഴപ്പമില്ല രാഹുലേട്ടാ, രാത്രിയിൽ നിങ്ങൾക്ക് ഉറക്കം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കുള്ളൂ, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഷാരി അടുത്തിരിക്കുകയാണ്, മനോഹർ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അതേസമയം തന്നെ ഷാരിയുടെ ഉള്ളിലാണെങ്കിൽ സമാധാനം അടിക്കുകയാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 2-3 മണിക്കൂർ കഴിയാതെ ഇങ്ങനെ എഴുന്നേക്കില്ല, ഈ തക്കത്തിൽ തന്നെ ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വേഗം തന്നെ ഷാരി മോനെ വിളിക്കുകയാണ്, മനു മോനെ അതേ അച്ഛൻ ഉറങ്ങി, വേഗം വരാൻ പറയുകയാണ്. അങ്ങനെ ഷാരിയും സരയും മനോഹറും എല്ലാവരും കൂടെ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിച്ച സമയത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുക എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മുഴുത്ത ഭ്രാന്താണ്, ഞങ്ങളേക്ക് ഉപദ്രവിക്കാൻ വരികയാണ്, അപ്പോൾ അതേ പൊടി കൊടുത്തിട്ട് മയക്കി കിടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നാന്ന് പറയാണ്. വേഗം തന്നെ ഷോക്ക് അടുപ്പിച്ചോളാൻ പറയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഷാരിയോട് ചോദിക്കുകയാണ് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മുഴുത്ത ഭ്രാന്താണ് ഡോക്ടറെ, മരുമകനെ കണ്ടുകൂടാ, മരുമോനെ പോലെയുള്ള ആരോ ഇയാളെ ദ്രോഹിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ മരുമോനെ കണ്ട് അപ്പം തന്നെ കത്തിയെടുത്ത് കുത്താൻ വരികയാണ്. അങ്ങനെ പേടിച്ചിട്ടാണ് ഇങ്ങേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നത്. ഡോക്ടറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം, അതായത് ഇങ്ങേരുടെ പെങ്ങളുടെ സ്വത്ത് അയാൾ ഒരുപാട് മോഹിച്ചതാണ്, പക്ഷെ അതൊക്കെ കൈവിട്ട് പോയതിന് ശേഷമാണ് ഇമാതിരിയുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിലൊന്ന് ചികിത്സിച്ച് വേണമെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അയാളെ ചികിത്സിച്ചു, അയാൾക്ക് നല്ല രീതിയിൽ എന്തോ മുഴുത്ത ഭ്രാന്തുണ്ട്, എന്തായാലും ഷോക്കിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുലിനെ ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടുപോവാണ് കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ സരയുവിനെയാണ് കാണിക്കുന്നത്. സരയു ആകെ വിഷമത്തിലാണ്. അപ്പോൾ സരയുവിനോട് മനോഹർ ചോദിക്കുകയാണ്, എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സരയു പറയാണ്, അല്ല മനോഹരേട്ടാ, അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് ശരിക്കും വരുന്ന വിഷമമുണ്ട്, എനിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും എന്തും ചെയ്യാൻ അച്ഛന് തയ്യാറായിരുന്നു, എന്നെ അത്രയധികം അച്ഛൻ സ്നേഹിച്ചതാണ്, ഇപ്പോൾ അതേ അച്ഛൻ തന്നെ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുന്നുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മനോഹർ പറയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ മോളെ, എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, ഇനി നമുക്ക് പ്രാർത്ഥിക്കാം, പെട്ടെന്ന് തന്നെ അച്ഛൻ റിക്കവർ ചെയ്ത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയുവിനെ ആശ്വസിപ്പിക്കുകയാണ് മനോഹർ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനോഹർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് കിരണിനെ വിളിക്കുകയാണ് കേട്ടോ.
കിരണിനെ വിളിച്ചിട്ട് മനോഹർ പറയാണ് സാർ പറഞ്ഞതുപോലെ തന്നെ അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഷോക്ക് കൊടുത്തു കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ ഞങ്ങൾ ജ്യൂസിൽ ഇതുപോലെ മയക്കുപൊടി കലർത്തിയിട്ടാണ് അയാളെ ഉറക്കി കിടത്തിയതും അതുപോലെ തന്നെ അയാളെ എടുത്തുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിലാക്കിയതും എന്നുള്ള കഥകളൊക്കെ നമ്മുടെ കിരണിനെ വിളിച്ച് പറയുകയാണ്. അതേസമയം തന്നെ കിരൺ പറയാണ് ഷോക്ക് അടിപ്പിച്ചാൽ മാത്രം പോരാ, അയാളെ ചങ്ങലക്കിട്ട് അവിടെ തന്നെ കിടത്തണം, അതിനെ കൊണ്ടാവുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മനോഹർ പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കരുനിഴലായി ഉണ്ടായിരുന്ന ഇവനെ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിടാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും സാർ, തീർച്ചയായിട്ടും ഞാൻ അവനെ ചങ്ങലക്കിടാനായിട്ടുള്ള പദ്ധതി തന്നെ തയ്യാറാക്കുമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ കെട്ടുകയാണ് മനോഹർ. അടുത്ത സീനിൽ കിരൺ കല്യാണിയുടെ അടുത്ത് ചെല്ലുകയാണ്. കല്യാണിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് എന്തായാലും നമ്മുടെ ആ രാഹുലിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്, അവന് വേണ്ട ഷോക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയാണ് അവന് ഇനിയും ഷോക്ക് അടുപ്പിക്കണം കിരണേട്ടാ, അവന് ഇഞ്ചിഞ്ചായിട്ട് വേദനകളൊക്കെ അറിയണം, എങ്ങനെയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന വേദന എന്നുള്ളത് അവൻ ഇഞ്ചിഞ്ചായി ഓരോ നിമിഷം അറിയണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കിരൺ പറയാണ് അത് ഉറപ്പായിട്ടും അറിയിക്കും കല്യാണി, ഇനി അവൻ കുറേ കാലം മെൻ്റൽ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കുള്ളൂ, എന്തായാലും നമുക്കൊക്കെ സമാധാനമായിട്ട് പുറത്ത് ജീവിക്കാം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അടുത്ത സീനിൽ പിന്നെയും മനോഹറിനെ തന്നെ കാണിക്കുകയാണ്. സരയു മനോഹറിൻ്റെ അടുത്ത് വരികയാണ്. മനോഹറിനോട് പറയുകയാണ് മനുവേട്ടാ എനിക്ക് ആകെ കൂടെ ടെൻഷൻ ആകുന്നുണ്ട്, അച്ഛനെ എത്രയും പെട്ടെന്ന് പഴയതുപോലെ ആക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും മനു പറയാണ് തീർച്ചയായിട്ടും. അതേസമയം തന്നെ നമ്മുടെ രാഹുലിനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, ചങ്ങലയ്ക്ക് ബന്ധിച്ചാണ് ഇട്ടിരിക്കുന്നത്, ശരിക്കൊരു ഭ്രാന്തനെ പോലെ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടാണ് അവനെ സെല്ലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതേസമയം തന്നെ രാഹുൽ കണ്ടത് ബോധം വരികയാണ്. രാഹുൽ നോക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ, ദൈവമേ എല്ലാവരും കൂടെ എന്നെ ഭ്രാന്തനാക്കി മാറ്റിയോ, എന്നെ ഭ്രാന്താവസ്ഥയിലാണോ കൊണ്ടുവന്നത്, ആ വെള്ളം കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അതിലെന്തായിരുന്നു കലക്കിയിട്ടുണ്ടാവുക, അതിനുശേഷം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, ഇതൊന്നും എത്തുമ്പോഴത്തോളം കിട്ടാതെ രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രകാശിനെയാണ് കേട്ടോ. പ്രകാശിനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ശരണ്യക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്, അവൾ എന്നെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തില്ലേ, ഇത്രയും വലിയൊരു അപമാനം എനിക്കിനി വരാനില്ല. അതേസമയം തന്നെ വിക്രവും അമ്മൂമ്മയും എടുത്തെത്തുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കും. പ്രകാശം പറയാണ് എന്തായാലും നമ്മൾ വെച്ച പണികളെല്ലാം പാളിയല്ലോ അമ്മേ, ഇതിനെല്ലാം കൂട്ടുന്ന ശരണ്യയ്ക്ക് അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്, എന്നെ ഇതുമാതിരി നാണം കെടുത്താൻ ഞാൻ അവളോട് എന്ത് തെറ്റാണ് ചെയ്തത്, അവളെനിക്കൊരു പട്ടിയുടെ വില പോലും തന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതേസമയം തന്നെ വിക്രവും പറയാണ് എനിക്ക് നല്ല വിഷമമുണ്ട് അച്ഛാ, കാരണം ഞാൻ എത്ര ശ്രമിച്ചതാണ് ഇവരുടെ കല്യാണം മുടക്കാനായിട്ട്, പക്ഷെ അത് നടന്നില്ലല്ലോ, എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പ്രകാശം പറയാണ് ഞാൻ ഒരിക്കലും അവരെ നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല, ഞാനൊന്ന് രാഹുലിനെ ചെന്ന് കാണട്ടെ, അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ നടത്തണം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനാണെങ്കിൽ രാഹുലിനെ കാണാനായിട്ട് ഭ്രാന്താസ്ത്രീയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ ശാരി ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാ ഇപ്പോൾ ഇവിടെ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് രാഹുലിനെ കാണണമെന്ന് പ്രകാശം പറയുന്നുണ്ട്. എന്തിനാ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രകാശം പറയാണ് എനിക്ക് സോണിയോടും രൂപയോടൊക്കെ പ്രതികാരം വീട്ടണം, അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അയാളെ കാണാൻ വന്നതെന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ സരയു പറയണം നിങ്ങൾ മര്യാദ കൂടെ ഒന്ന് പോയിക്കോട്ടോ, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തന്നെ സമനില തെറ്റി നിൽക്കുകയാണ്, നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഉപദേശിച്ചാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത്, ഇനി നിങ്ങൾ അയാളെ കാണണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് എന്തായാലും ഞാൻ അവരെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നടക്കാനായിട്ട് പോകുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഏറെക്കുറെ, എന്നാലും ഇതുപോലത്തെ കഥ തന്നെയായിരിക്കുള്ളൂ അടുത്ത ആഴ്ച വരുന്നത് കേട്ടോ. പ്രൊമോയിലൂടെ കിട്ടുന്ന വിശേഷങ്ങളാണ് ഈ പറയുന്നത്.